ജോബ് അധ്യായം 19. ജോബിന്റെ മറുപടി. ജോബ് പറഞ്ഞു, എത്ര കാലം നിങ്ങൾ എന്നെ പീഡിപ്പിക്കുകയും വാക്കുകൊണ്ട് നുറുക്കുകയും ചെയ്യും? ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എൻ്റെ മേൽ നിന്ന ചൊരിഞ്ഞിരിക്കുന്നു. എന്നെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഞാൻ തെറ്റു ചെയ്തെങ്കിൽ തന്നെ അത് എന്നോട് കൂടെ ഇരുന്നുകൊള്ളും. നിങ്ങൾ എന്നേക്കാൾ വലിയവരെന്ന് ഭാവിക്കുന്നെങ്കിൽ, എൻ്റെ ദൈന്യം എനിക്കെതിരെ തെളിവായി നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ, ദൈവമാണ് എന്നോട് ഇത് ചെയ്തതെന്നും എന്നെ വലയിലകപ്പെടുത്തിയെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതിക്രമം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാലും എനിക്ക് മറുപടി ലഭിക്കുന്നില്ല. മുറവിളി കൂട്ടിയാലും എനിക്ക് നീതി ലഭിക്കുന്നില്ല. കടന്നു പോകാൻ ആവാത്ത വിധം അവിടുന്ന് എൻ്റെ വഴി മതിൽ കെട്ടി അടച്ചു. എൻ്റെ മാർഗങ്ങളെ അന്ധകാരപൂർണമാക്കുകയും ചെയ്തു. എൻ്റെ മഹത്വം അവിടുന്ന് ഉരിഞ്ഞു മാറ്റിയിരിക്കുന്നു. എൻ്റെ കിരീടം അവിടുന്ന് എടുത്തു കളഞ്ഞു. എല്ലാ വശത്തുനിന്നും അവിടുന്ന് എന്നെ തകർക്കുന്നു. ഞാനിതാ പൊയ്ക്കഴിഞ്ഞു. അവിടുന്ന് എൻ്റെ പ്രത്യാശയെ വൃക്ഷത്തെ എന്ന പോലെ പിഴുതു കളഞ്ഞിരിക്കുന്നു. എനിക്കെതിരെ അവിടുന്ന് ക്രോധം ജ്വലിപ്പിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുവായി എണ്ണിയിരിക്കുന്നു. അവിടുത്തെ സൈന്യങ്ങൾ എനിക്കെതിരെ ഉപരോധമുയർത്തിയിരിക്കുന്നു. എൻ്റെ കൂടാരത്തിന് ചുറ്റും അവർ പാളയം അടിച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ സഹോദരന്മാരെ അകറ്റിയിരിക്കുന്നു. എൻ്റെ പരിചയക്കാരും അപരിചിതരായി തീർന്നു. ബന്ധുജനങ്ങളും ഉറ്റ സ്നേഹിതരും എന്നെ ഉപേക്ഷിച്ചു. എൻ്റെ ഭവനത്തിലെ അതിഥികളും എന്നെ വിസ്മരിച്ചിരിക്കുന്നു. എൻ്റെ ദാസിമാർ എന്നെ അന്യനായി കരുതുന്നു. ഞാൻ അവരുടെ ദൃഷ്ടിയിൽ പരദേശിയായി തീർന്നിരിക്കുന്നു. ഞാൻ ദാസനെ വിളിച്ചാൽ അവൻ കേൾക്കുന്നില്ല. ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു. എൻ്റെ ഭാര്യ എന്നോട് അറപ്പു കാട്ടുന്നു. എൻ്റെ സഹോദരന്മാർക്കും ഞാൻ നിന്ദാപാത്രമായി. കൊച്ചുകുട്ടികൾ പോലും എന്നെ പുച്ഛിക്കുന്നു. എന്നെ കാണുമ്പോൾ അവർ പരിഹസിക്കുന്നു. എൻ്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നിൽ നിന്ന് അറപ്പോടെ അകലുന്നു. ഞാൻ സ്നേഹിച്ചവർ എനിക്കെതിരെ തിരിഞ്ഞു. എൻ്റെ അസ്ഥി ത്വക്കിനോടും മാംസത്തോടും ഒട്ടിയിരിക്കുന്നു. ജീവൻ പോയിട്ടില്ലെന്നേയുള്ളൂ. എൻ്റെ പ്രിയ സ്നേഹിതരെ, എന്നോട് കരുണയുണ്ടാകണമേ. ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. ദൈവത്തെ പോലെ നിങ്ങളും എന്നെ അനുധാവനം ചെയ്യുന്നതെന്ത്? എൻ്റെ മാംസം കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി വരാത്തതെന്ത്? എൻ്റെ വാക്കുകൾ എഴുതപ്പെട്ടിരുന്നെങ്കിൽ, അവ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ, ഇരുമ്പുനാരായവും ഈയവും കൊണ്ട് അവ എന്നേക്കുമായി പാറയിൽ ആലേഖനം ചെയ്തിരുന്നെങ്കിൽ, എനിക്ക് ന്യായം നടത്തിത്തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും. മറ്റാരെയുമല്ല, അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. എൻ്റെ ഹൃദയം തളരുന്നു. നാം എങ്ങനെ അവനെ അനുധാവനം ചെയ്യും? അവനിൽ കുറ്റം കണ്ടെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, വാളിനെ ഭയപ്പെടുക. ക്രോധം വാൾ അയക്കും. അങ്ങനെ ന്യായവിധിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ജോബ് അധ്യായം 20. സോഫാർ വീണ്ടും സംസാരിക്കുന്നു. നാമാത്യനായ സോഫാർ പറഞ്ഞു, അക്ഷമ നിമിത്തം മറുപടി പറയാൻ എന്നിൽ ചിന്തകൾ ഉയരുന്നു. എന്നെ നിന്ദിക്കുന്ന ശകാരങ്ങൾ ഞാൻ കേൾക്കുന്നു. മറുപടി പറയാൻ ഞാൻ ഉത്തേജിതനാകുന്നു. പണ്ട് മുതൽക്കേ, മനുഷ്യൻ ഭൂമുഖത്ത് ഉത്ഭവിച്ച കാലം മുതൽക്കേ നിനക്കറിയില്ലേ? ദുഷ്ടന്റെ ജയഭേരി ക്ഷണികമാണെന്ന്, അധർമ്മിയുടെ സന്തോഷം നൈമിഷികമാണെന്ന്. അവൻ ആകാശത്തോളം ഉയർന്നാലും അവൻ്റെ ശിരസ് മേഘങ്ങളെ ഉരുമ്മി നിന്നാലും തൻ്റെ വിസർജന വസ്തു പോലെ അവൻ നശിച്ചു പോകും. അവൻ എവിടെയെന്ന് അവനെ മുൻപ് കണ്ടിട്ടുള്ളവർ ചോദിക്കും. സ്വപ്നം പോലെ അവൻ മാഞ്ഞു പോകും. പിന്നീട് അവനെ കാണുകയില്ല. ഒരു നിശാദർശനം പോലെ അവൻ പലായനം ചെയ്യും. അവനെ കണ്ടിട്ടുള്ള കണ്ണുകൾ ഇനി അവനെ കാണുകയില്ല. അവൻ്റെ പാർപ്പിടം അവനെ ദർശിക്കുകയില്ല. അവൻ്റെ മക്കൾ
ദരിദ്രരുടെ കാരുണ്യം യാചിക്കും. അവന്റെ സമ്പത്ത് അവൻ തന്നെ തിരിച്ചു കൊടുക്കും. അവന്റെ അസ്ഥികളിൽ യുവത്വം തുളുമ്പി നിൽക്കുന്നു, എന്നാൽ അത് അവനോടുകൂടി പൊടിയിൽ കിടക്കും. അവന്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം, അവനത് നാവിനടിയിൽ ഒളിച്ചു വച്ചേക്കാം. രുചി ആസ്വദിക്കാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു. വിഴുങ്ങിയ സമ്പത്ത് അവൻ ഛർദ്ദിക്കുന്നു. ദൈവം അവന്റെ ഉദരത്തിൽ നിന്ന് അത് പുറത്തു കൊണ്ടുവരുന്നു. അവൻ സർപ്പവിഷം കുടിക്കും, അണലിയുടെ കടിയേറ്റ് മരിക്കും. തേനും പാൽക്കട്ടിയും ഒഴുകുന്ന നദികളെ അവൻ നോക്കുകയില്ല. തന്റെ അധ്വാനത്തിന്റെ ഫലം അവൻ അനുഭവിക്കാതെ മടക്കിക്കൊടുക്കും. തന്റെ വ്യാപാര ലാഭവും അവന് ആനന്ദം പകരുകയില്ല. എന്തെന്നാൽ അവൻ പാവപ്പെട്ടവരെ പീഡിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്തു. താൻ പണിയാത്ത വീട് അവൻ പിടിച്ചെടുത്തു. തന്റെ അത്യാഗ്രഹത്തിന് അതിരില്ലാത്തതിനാൽ തനിക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും നേടാൻ അവന് സാധിക്കുകയില്ല. അവൻ ഭക്ഷിച്ചതിനു ശേഷം ഒന്നും മിച്ചം വരുകയില്ല. അതിനാൽ അവന്റെ ഐശ്വര്യം നിലനിൽക്കുകയില്ല. സമൃദ്ധിയുടെ പൂർണ്ണതയിൽ അവന് ഞെരുക്കമുണ്ടാകും. ദുരിതങ്ങൾ ഒന്നാകെ അവന്റെ മേൽ നിപതിക്കും. ദൈവം തന്റെ കഠിനമായ കോപത്തെ അവനിലേക്ക് മതിയാവോളം അയക്കും. ഭക്ഷണം പോലെ അത് അവന്റെ മേൽ വർഷിക്കും. ഇരുമ്പായുധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ പിച്ചളയസ്ത്രം അവനിൽ തറഞ്ഞു കയറും. അവന്റെ ശരീരത്തിൽ നിന്ന് അത് ഊരിയെടുക്കുന്നു. അതിന്റെ തിളങ്ങുന്ന മുന പിത്തഗ്രന്ഥിയിൽ നിന്ന് പുറത്തെടുക്കുന്നു. ഭീകരതകൾ അവന്റെ മേൽ വരുന്നു. സാന്ദ്രമായ തമസ് അവന് നിക്ഷേപമാക്കി വച്ചിരിക്കുന്നു. ആരും ഊതിക്കത്തിക്കാത്ത അഗ്നി അവനെ വിഴുങ്ങും. അവന്റെ കൂടാരത്തിൽ അവശേഷിക്കുന്നതിനെയും അത് ദഹിപ്പിക്കും. ആകാശം അവന്റെ അനീതികളെ വെളിപ്പെടുത്തും. ഭൂമി അവനെതിരെ ഉയരും. അവന്റെ ഭവനത്തിലെ സമ്പാദ്യങ്ങൾ കവർച്ച ചെയ്യപ്പെടും. ദൈവകോപത്തിന്റെ ദിനത്തിൽ അവ പൊയ്പോകും. ദുഷ്ടന് ദൈവം നൽകുന്ന ഓഹരിയും ദൈവത്തിൽ നിന്ന് അവന് ലഭിക്കുന്ന അവകാശവും ഇതാണ്.